സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയൊരു വലിയ സിനിമ ഇപ്പം ത്രൂ ഔട്ട് ആയിട്ട് ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് എന്താ പറയാ, ലവ് സ്റ്റോറി ഒക്കെ ഒരു രക്ഷയില്ല. കഥയും നല്ല രസമുണ്ട്. ഒരു ചെറിയ കുഞ്ഞു മൂവി, അതായത് ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ ഇതുവരെ കാണാത്തൊരു നാട്ടിൻപുറം. കഥകള് വളരെ കുറച്ചുള്ളൂ. നമുക്ക് ആ കഥകള് വ്യത്യസ്തമായിട്ട് പറയുന്നിടത്താണ് ഈ പടം വിജയിച്ചിരിക്കുന്നത്. ആ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രണയവും മറ്റൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇത്ര രസമായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഓവർലാപ്സ് ഒക്കെ എന്ത് രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറവാണ്. സോ ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. സിദ്ധാർത്ഥ ഭരതന്റെ ഗ്രാഫ് ഓരോ ചിത്രങ്ങൾ കഴിയുമ്പോഴും ആളുടെ പ്രസൻസ് സ്ക്രീനിൽ വരുമ്പോ തന്നെ ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് എനിക്ക് ഏറ്റവും ഇത് തോന്നിയിട്ട് സിദ്ധാർത്ഥ ഭരതനാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കുടുംബം, അച്ഛനമ്മമാര്, അമ്മൂമ്മമാര്, കുട്ടികള്, ഒരു തറവാട്, പാലക്കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. ഇല്ല, ഭയങ്കര സന്തോഷം. സിനിമ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറെ നാൾക്ക് ശേഷം ഇങ്ങനൊരു സിനിമ വന്നു എന്ന് നിങ്ങളുടെയൊക്കെ സൈഡിൽ നിന്നൊരു റെസ്പോൺസ് കേട്ടതിൽ, നിങ്ങളുടെ കൂടെ സിനിമയുടെ എക്സ്പീരിയൻസ് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ജനങ്ങളിലേക്ക് എത്തട്ടെ അതാ പറഞ്ഞ ആ റെസ്പോൺസ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാം അതിലെ നർമ്മങ്ങളും എല്ലാം പ്രണയവും എല്ലാം നിങ്ങളിലേക്ക് എത്തി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.